കൊല്ലം DCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 1/2 ഡസനോളം നേതാക്കളുടെ പേരുകൾ സജീവം. സാമുദായിക ഗ്രൂപ്പ് സമവാക്യത്തിനപ്പുറം പ്രവർത്തന മികവുള്ള നേതാക്കളെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്നാണ് പ്രവർത്തകരുടെ ആവശ്യം. യുവാക്കൾ വേണമെന്ന ആവശ്യവും ശക്തമാണ്. KPCC പുനഃസംഘടനയ്ക്ക് പിന്നാലെ DCC പുനഃസംഘടന ഉണ്ടായേക്കുമെന്ന് ഉറപ്പായതോടെ പുതിയ DCC പ്രസിഡന്റ് ആരാകുമെന്നതിൽ കൊല്ലത്തും ചർച്ചകൾ സജീവമായി. സാമുദായിക പ്രാതിനിധ്യം, നേതാക്കളുടെ നിലപാട് എന്നിവ കണക്കിലെടുത്തായിരിക്കും തീരുമാനം. നിലവിലെ DCC പ്രസിഡന്റ് P. രാജേന്ദ്ര പ്രസാദ് കൊടിക്കുന്നിൽ സുരേഷ് MPയുമായി അടുപ്പമുള്ളയാളാണ്. അദ്ദേഹത്തിന്റെ സ്ഥാനലബ്ധിയിൽ കൊടിക്കുന്നിൽ സുരേഷിന് നിർണായകമായ പങ്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൂടിയായ കൊടിക്കുന്നിൽ സുരേഷിന് സ്വീകാര്യനായ നേതാവ് കൂടി പ്രസിഡന്റാവാനാണ് സാധ്യത. അങ്ങനെ വന്നാൽ DCC ജനറൽ സെക്രട്ടറി T. ഹരികുമാറിനും സവിൻ സത്യന്റെയും പേരുകൾക്കായിരിക്കും മുൻതൂക്കം ലഭിക്കുക. എ ഗ്രൂപ്പിൽ നിന്ന് P. ജർമിയാസും സൂരജ് രവിയുടെയും പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. ഐ ഗ്രൂപ്പ് INDC നേതാവ് AK ഹഫീസിന്റെ പേരും മുന്നോട്ട് വെക്കുന്നുണ്ട്. MM നസീർ, തൊടിയൂർ രാമേന്ദ്രൻ എന്നിവരുടെ പേരുകളാണ് KC വേണുഗോപാൽ പക്ഷം ഉയർത്തിക്കാട്ടുന്നത്. 1/2 ഡസനിലേറെ പേരുകൾ സജീവമായി പരിഗണിക്കപ്പെടുന്നതോടെ ഇവരെ പിന്താങ്ങാനും വെട്ടിനിരത്താനും നേതാക്കൾ കരുനീക്കം ആരംഭിച്ചതായാണ് വിവരം. എന്നാൽ സംഘടനയെ മുന്നോട്ട് നയിക്കാൻ യുവമുഖം വേണമെന്ന ആവശ്യവും കോൺഗ്രസിനുള്ളിൽ ശക്തമാണ്. അങ്ങനെ വന്നാൽ ഫൈസൽ കുളപ്പാടത്തിനോ അരുൺ രാജിനോ പരിഗണന ലഭിക്കും. ശക്തമായ നേതൃത്വം കോൺഗ്രസിന് ഉണ്ടാകണമെന്ന് താഴെത്തട്ടിലുള്ള പ്രവർത്തകരും ആവശ്യപ്പെടുന്നുണ്ട്. 24 കൊല്ലം.